ഗുരു അയ്യാ വൈകുണ്ഠം 3 ജാതി സമുദായത്തിന്റെ ഗുരുക്കന്മാരുള്ള സ്ഥലത്തെ മാധവമുള്ള സ്വാമിയുടെ ഗുഹയാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഞങ്ങളെല്ലാം ഒരു സമയത്ത് ഓടി നടന്ന സംഘത്തിന് കാവിക്കൊടി വെച്ചപ്പോ ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായിട്ട് നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റനാണ്. 3-5 ചേട്ടൻ കഴിഞ്ഞാൽ ഗോപാൽ, വേറെ ആരും കാണില്ല. ഗോപാൽ ജോലിക്ക് പറയും സ്ഥലം വിട്ടോ കേസ് വരും, അതുകൊണ്ട് ഇവിടെ കണ്ടുപോയില്ല, പോലീസ് കണ്ടാ പിടിച്ചോണ്ട് പോകും. മുട്ടത്തറ അടിയാണെങ്കിൽ കോട്ടയ്ക്കകത്തോളം നമ്മളെ പോയിക്കും. ഗോപാൽ പറയും സ്ഥലത്തെ കാണരുത്, എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. പിന്നെ പറയുന്നത് ഇല്ല. അതുകൊണ്ട് അന്ന് ഗോപാൽജി പറയുമ്പോ പോലീസ് സ്റ്റേഷൻ. ഇന്ന് തിരുവനന്തപുരം ഭരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന മേയറിന്റെ ആ സ്ഥാനത്തിരിക്കേണ്ട ആളാണ്, വന്നിട്ടില്ല. പക്ഷെ പഴയ ആളുകളെല്ലാം പറഞ്ഞിട്ട് അതിന്റെ ബേസ്മെന്റിലാണ് BJP ഭരിക്കുന്നെങ്കിലും സംഘം പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, മുസ്ലിമിന് കിട്ടി, ക്രിസ്ത്യാനി കിട്ടി. ക്രിസ്ത്യാനി മതപ്രചരണത്തിന് ഇറങ്ങുമ്പോൾ സംഘമാണ് അവിടെ തടയുന്നത്. കന്യാകുമാരിയിലെ മുഴുവൻ ക്രിസ്ത്യാനികളെ പള്ളികളായി, നാടക സമുദായത്തിനെയും പോലെ സമുദായം ശിങ്കാരത്തോപ്പിൽ പോലെ വന്ന് അവര് ആഘോഷം നടത്തും. തെറ്റില്ല, പക്ഷെ ഇവരെല്ലാം ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഹിന്ദുരാഷ്ട്രം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ സ്വാതന്ത്ര്യ സമരത്തിനെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും സംഘം ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി പറയുന്നു. അതേപോലെ നമ്മൾ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി തന്നെ വോട്ട് ചെയ്യും. ആരാ നിർത്തട്ടെ, ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവന് വേണ്ടി. അന്ന് തുടങ്ങിയ സ്വാതന്ത്ര്യ സമരം ഇനി നമ്മൾ ഹിന്ദുക്കള് ഒരുമിച്ച് ജയിക്കുന്ന നമ്മുടെ നേതാവായിട്ട് നരേന്ദ്രമോദി നല്ല കാര്യങ്ങൾ ലോകം മുഴുവൻ ചെയ്യുന്നുണ്ട്. അതിന് ആരെയും തെറ്റിയുക ഈ പിണറായി എന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. അവൻ തൊലഞ്ഞു, കടകംപള്ളി തൊലഞ്ഞു അയ്യപ്പന്റെ വച്ചയിൽ. ഇനി കിടക്കുന്ന പത്മനാഭന്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകാനാണ് എല്ലാവരും. രാജകുടുംബം പാവങ്ങൾ ജയിച്ചു അവർ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രം ഇപ്പൊ സുപ്രീം കോടതി ട്രസ്റ്റ് വെച്ച് ഭരിക്കുന്നു. കേരളം ജഡ്ജ് നമ്പി അങ്ങനെ 5 പേരാണ് ജഡ്ജ്. അത് ഒരിക്കലും പാടില്ല, ഹിന്ദുവിന്റെ ആയതുകൊണ്ടാണ്. നമ്മൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ മനസ്സിൽ വെക്കുക. വോട്ടിംഗ് സമ്പ്രദായമാണ്. മുസ്ലിം സമുദായത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവന് വോട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ വർഗീയം ഉണ്ടാക്കാൻ അവന്മാര് ശ്രമിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ അവന് വോട്ടില്ല, ജീവിക്കട്ടെ, പള്ളി വെക്കട്ടെ. അങ്ങനെ അവൻ പെറ്റു പെരുവി ഇവിടെ രാഷ്ട്രം, ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ നടക്കില്ല. ഇരിക്കുന്ന ഹിന്ദു സന്യാസിമാർ ആ സംഘം വരുന്നതിന് മുമ്പുള്ള പരമ്പരയിലുള്ള നാഗ പരമ്പരകളാണ് അന്ന് ധർമ്മത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചത്. അഗ്നിയിടും, എവിടെയെങ്കിലും അധർമ്മം കണ്ട ചെന്ന് വെട്ടിക്കൊല്ലാണ് അവരുടെ ജീവൻ. ഒരു കുടുംബമായിട്ട് ബന്ധമില്ല. അഗ്നിയിട്ട് ഭസ്മന്മാരിട്ട് ആ നാഗ പരമ്പരയിൽ സംഘം വന്നതിന് ശേഷമാണ് ഇവരെല്ലാം ഓടുന്നത്. ഇനിയും ഞങ്ങൾ ഇറങ്ങും. നമ്മൾ നാഗപരമ്പരകൾ എവിടെ അധർമ്മം കണ്ടാലും ഇറങ്ങും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. സന്യാസിമാർ നിങ്ങളെ കൂടെ ഉണ്ട്. എപ്പോഴും നിങ്ങൾ പുറകെ നിന്ന് ഞങ്ങളുടെ മുൻപിൽ ഓരോ ഏരിയയിലും ബിഷപ്പിനെ പോലെ ഓരോ സന്യാസിയെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അവരെ എല്ലാ പരിപാടിക്കും വിളിക്കുക. ഇവിടെ ഗോപാൽജിക്ക് നല്ല ഒരു ഇതാണ്, ഇവരെല്ലാം പങ്കെടുപ്പിച്ചു. നമ്മളെ ഭാരതത്തിന്റെ കരുത്തെന്ന് പറഞ്ഞ സന്യാസിയാണ്. തിരുവണ്ണാമലയിൽ ചുറ്റും ലൈറ്റ് ഇട്ടതിൽ ഒരൊറ്റ സന്യാസിയുടെ മുമ്പ് ചെന്നു കമ്മിറ്റി, സ്വാമി ലൈറ്റ് പോടാൻ. നല്ല കാര്യം, ഒരാൾ പോടും. 5 ലക്ഷം രൂപ വേണം ഒരു ലൈറ്റ്. നേരെ രജനീകാന്തിന്റെ അടുക്ക പോകും. അവിടെ ഒരു ലൈറ്റ്, അയാളെ 2 ലൈറ്റ്. അയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല, 2 ദിവസം ഉറങ്ങാൻ പറ്റില്ല. വിളിച്ച് എല്ലാം എന്നോട് ചെല്ലും. അപ്പൊ പറഞ്ഞു, സാർ ഒരു സ്വാമി ചൊല്ലിയാച്ചു ഒരാൾ നാം മുടക്കും. അങ്ങനെ സന്യാസിയുടെ പാട്ട് തപസ്സെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടി അവർ ഒരു കാര്യം പറഞ്ഞ നടത്തിലായിരിക്കും. അതുകൊണ്ട് നരേന്ദ്രമോദി അദ്ദേഹം ഇവിടെ കേരളം നമ്മുടെ കയ്യിലാകുമെന്ന് പറഞ്ഞാൽ ആരുമില്ല. നമ്മൾ അതിന് ഓരോ ചങ്ങലകളായി നിന്ന് നമ്മളെ കഴിയുന്ന ഒരു മതപ്രവർത്തനം ചെയ്യണം. എല്ലാവരും ഭഗവത്ഗീത ശാസ്ത്രം പഠിക്കണം. പറ്റുമെങ്കിൽ പത്മനാഭനെ തൊഴുക, ശ്രീകണ്ഠേശ്വരം തൊഴുക. മൂകാംബിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ സർവജ്ഞ പീഠം കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ശിവലിംഗ ആ തുള്ളി പിടുന്നത് ശിവന്റെ പുറത്തായി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ